ഹദീസ് എന്ന ഇന്നലെ നമ്മള് ഫിഖ് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ രീതിയിൽ ഫിഖഹിന്റെ ഭാഷാർത്ഥം എന്തായിരുന്നു ഇന്നലെ നമ്മള് പറഞ്ഞേ? ഭാഷാർത്ഥം ലുഗത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർക്കും ഓർമ്മയില്ലേ? ഫിഖ് എന്ന് പറഞ്ഞാല് ലോകത്തിൽ ഭാഷാർത്ഥം, ഫിഖിന്റെ അർത്ഥം എന്തായിരുന്നു? അല്ല ഫിഖ് എന്നല്ല അല്ലെ, സോറി ട്ടോ, സ്വലാത്ത് മാറിപ്പോയി, ചോദ്യം മാറിപ്പോയതാണേ. സ്വലാത്ത് എന്നുള്ളതിന്റെ ഭാഷന്റെ അർത്ഥം എന്തായിരുന്നു? അതെ അതെ, ദുആ അല്ലേ? അതന്നെ, വെരി ഗുഡ്. അപ്പം ദുആ എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഹദീസ് എന്നതിന്റെ ഭാഷാർത്ഥം സംസാരം എന്നുള്ളതാണ് ഹദീസ്. അതേസമയം നമ്മൾ ഹദീസ് എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം അഖ്വാലുൻ നബിയ്യി വ അഫ്ആലുഹു, അഖ്വാലുൻ നബിയ്യി വ അഫ്ആലുഹു വഖ്തിറാനുഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലുകളും അതുപോലെ തന്നെ ഫിഅലുകളും അതുപോലെ തന്നെ നിങ്ങളുടെ മൗനാനുവാദങ്ങളും, ഇത് മൂന്നും കൂടി കൂടിയതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലത് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, ചിലത് ചെയ്തിട്ടും ഉണ്ടാവില്ല, പറഞ്ഞിട്ടും ഉണ്ടാവില്ല, ചിലത് സമ്മതിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, ചില സംഗതി നടന്നപ്പോൾ നബിതങ്ങൾ മിണ്ടാതിരുന്നിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടിയതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ നബിതങ്ങളുടെ കൗല് മാത്രമല്ല, അല്ലെങ്കിൽ നബിതങ്ങളുടെ ഫിഅല് മാത്രമല്ല, നബിതങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും എല്ലാം കൂടി കൂടിയതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന ഹദീസ് മുഴുവൻ നബിതങ്ങൾ അങ്ങനെ പച്ചക്ക് പറഞ്ഞതാണ് എന്നല്ല അർത്ഥം. ചിലത് നബിതങ്ങൾ പറഞ്ഞതായിരിക്കും, ചിലത് നബിതങ്ങൾ ചെയ്തതായിരിക്കും, ചിലത് നബിതങ്ങൾ ഒന്നും മിണ്ടാണ്ടിരുന്നതായിരിക്കും, ചിലത് നബിതങ്ങൾ തലയാട്ടിയതായിരിക്കും. ഇതെല്ലാം ഹദീസ് തന്നെയാണ്. അപ്പം ഹദീസ് എന്നത് വിശാലമായ ഒരു അർത്ഥം ഉള്ള വാക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പം ഇവിടെ പിന്നൊരു കാര്യം, അപ്പൊ ഈ ഹദീസ് എന്താ നമ്മൾ പറഞ്ഞു കേട്ടോ, ഹദീസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഹദീസിൽ ശ്രദ്ധിക്കാനുള്ളത്, ഹദീസ് പല രീതിയിലുണ്ട്. ഇപ്പം സഹീഹായ ഹദീസ്, അതുപോലെ ലഈഫായ ഹദീസ്, മൗദൂആയ ഹദീസ്, അങ്ങനെ ഹദീസ് പല രീതിയിലുണ്ട്. അതില് നമ്മൾ സ്വീകരിക്കുന്നത് സ്വഹീഹായ ഹദീസ് മാത്രമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ വേണം പറഞ്ഞുതരാം. ഇപ്പം ഹദീസിൽ ഇങ്ങനെ കാണാം, എന്താണ്? മാഉ സംസം ലിമാ ശുരിബ ലഹു, മാഉ സംസം ലിമാ ശുരിബ ലഹു. അത് ഹദീസാണ്, സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. ഇപ്പൊ നമ്മൾ സംസം വെള്ളത്തിലാണല്ലോ അല്ലേ, നമ്മൾ ഹജ്ജിന്റെ സമയത്താണ് ഇരിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇബ്രാഹിം നബിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ അയവറക്കലാണ് യഥാർത്ഥത്തിലുള്ള ഹജ്ജിന്റെ കർമ്മത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഹജ്ജിന്റെ കർമ്മത്തിന്റെ അകക്കാമ്പ് മുഴുവൻ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ഹാജർ ബീവിയും ഒക്കെ അവർ സഹിച്ച ത്യാഗങ്ങളെ, അവർ സഹിച്ച ചരിത്രങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ്. അപ്പോ അപ്പം അതിലേറ്റവും പ്രധാനമാണല്ലോ അല്ലേ സംസം വെള്ളം. അത് വലിയ അത്ഭുതം തന്നെയാണ്. എത്രയാണ് ഒരു ദിവസം ആളുകൾ കുടിക്കുന്നത്, കൊണ്ടുപോകുന്നത്, എത്രയാണ് ചെലവാക്കുന്നത്, എന്നിട്ടും അത് പറ്റുന്നില്ലല്ലോ. എങ്ങനെയാണത് പറ്റാതിരിക്കുന്നത് അല്ലേ? പോട്ടെ. അപ്പൊ ഏതായാലും ഈ സംസം വെള്ളത്തെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ് മാഉ സംസമ ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്ന് പറയുന്നത് എന്തിനാണോ കുടിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണ്. മാഉ സംസം വെള്ളം ലിമാ ശുരിബ ലഹു, എന്തിനാണോ നിങ്ങൾ കുടിച്ചത് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നല്ല ഭംഗി വർദ്ധിക്കാനാണോ സംസം വെള്ളം കുടിക്കുന്നത്? എന്നാൽ സംസം വെള്ളം ഭംഗി കൂടാനുള്ളതാണ്. അല്ല, നിങ്ങൾക്കൊരു വയറുവേദന ഉണ്ട്, അത് മാറാനാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് സംസം? അങ്ങനെയാണെങ്കിൽ അത് ആ വയറുവേദനക്കുള്ള മരുന്നാണ്. അല്ല, നിങ്ങൾ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസം വെള്ളം ശരീരത്തിൽ പുരട്ടിയതാണ്, എന്നാൽ അത് അതിനുള്ളതാണ്. അല്ല, ഇനി നിങ്ങൾക്ക് വേറെന്തോ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്താവണം, പെട്ടെന്നൊരു ഉംറം കൂടെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ സംസം വെള്ളം നിങ്ങൾക്ക് അടുത്ത ഉംറ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു അവസരത്തിനുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ എന്തിനാണോ വെള്ളം കുടിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് ഹദീസ് കാണാം. മാഉ സംസം ലിമാ ശുരിബ ലഹു. അങ്ങനെ തന്നെയാണ് കേട്ടോ. മാഉ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് ദുആ ചെയ്താൽ അത് പെട്ടെന്നാവും, അല്ലേ? അത് പെട്ടെന്നാവും. അത് തജ്രിബത്താണ്, അത് എക്സ്പീരിയൻസ് ആണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവമാണത്.
അപ്പൊ ഏതായാലും മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നുള്ളത് സ്വഹീഹായ ശരിയായ ഹദീസാണ്. അതേസമയം ഇതിനെ കോപ്പി അടിച്ചിട്ട് പല ആളുകളും പല കെട്ടിച്ചമച്ച ഹദീസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ബാദിൻ ജാനു ലിമാ ഉക്കില ലഹു എന്നുള്ളൊരു ഹദീസ് കാണാം. അൽ ബാദിൻ ജാനു ലിമാ ഉക്കില ലഹു. ബാദിൻജാന് പറഞ്ഞാല് ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാള് പറഞ്ഞാല് വഴുതനങ്ങയാണ്. വഴുതനങ്ങ എന്തിനാണോ വഴുതനങ്ങ എന്തിനാണോ അതിനാണെന്നാണ്. അപ്പൊ വഴുതനങ്ങന്റെ ഏതോ കച്ചവടക്കാരൻ എന്തായതാണ്, വഴുതനങ്ങന്റെ കച്ചവടം കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അൽ ബാദിൻ ജാനു ലിമാ ഉക്കില ലഹു. മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറഞ്ഞ മാതിരി മൂപ്പരാൾ ഉണ്ടാക്കിയതാണ്. ബാദിൻ ജാനു ലിമാ ഉക്കില ലഹു. വഴുതനങ്ങ എന്തിനാണോ അതിനാണ്. വഴുതനങ്ങ തിന്നാൽ എന്താവും, നമ്മൾ എന്താണോ ആഗ്രഹിച്ചാക്ക നടക്കും എന്നുള്ളതാണ്. അപ്പം ഇത് മൗലു ആയ ഹദീസ്, ഇത് കെട്ടിച്ചമച്ച ആരോ പടച്ചുണ്ടാക്കിയതാണ്. പക്ഷെ ഇത് പല കിതാബുകളിലും പലയിടത്തും വന്നിട്ടുണ്ട്. പിന്നെ അത് പണ്ഡിതന്മാര് ചർച്ച ചെയ്ത് അത് തെറ്റാണ്, അത് നബിതങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നതാണ്. അതുപോലെ തന്നെ പലതും ഉണ്ട്. അപ്പൊ ഹദീസ് സ്വഹീഹായ ഹദീസ് ഉണ്ട്, ലഈഫായ ഹദീസ് ഉണ്ട്, മൗലൂആയ ഹദീസ് ഉണ്ട്. ഇപ്പൊ മൗലൂ നമ്മൾ പറഞ്ഞു അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അംഗീകരിക്കുന്നതുമാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സാധനമാണ് ലഈഫ്. ലഈഫ് എന്ന് പറയുമ്പം അത് പിന്നെ ആ ഹദീസിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്നയാളുകളിൽ എവിടെയോ ഒരു പ്രശ്നമുള്ള ആളുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് സ്വഹീഹുൽ ബുഖാരി രചിച്ചത്. അസഹുൽ കിതാബ് ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്നാണല്ലോ. അള്ളാന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി രചിച്ച സ്വഹീഹുൽ ബുഖാരിയാണ്. അപ്പം ഈ സ്വഹീഹുൽ ബുഖാരിയിലെ 6000 ചില്ലാനം ഹദീസുകൾ, അല്ലെങ്കിൽ 7000 ചില്ലാനം ഹദീസുകൾ, ആ ഹദീസുകൾ എങ്ങനെയാണ് അത് ക്രോഡീകരിച്ച് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയത് എന്ന് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇപ്പൊ എത്രത്തോളം എന്ന് വെച്ചാല് ഓരോ ഹദീസും ഇമാം ബുഖാരി കണ്ടെത്തുകയും അത് ആരാണ് റിപ്പോർട്ട് ചെയ്തത്, ആരാണ് അത് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞത് അയാളുടെ അടുത്ത് പോയി പഠിക്കും. അയാളോട് ആരാണോ പറഞ്ഞത് അവർ ജീവനോട് ഉണ്ടെങ്കിൽ അവരെ അടുത്ത് പോകും. അവരടുത്ത് പോകുമ്പോൾ അവരൊക്കെ നിരീക്ഷിക്കും. അതിലൊരാൾ വലത്തോട്ട് തുപ്പുന്നത് കണ്ടാൽ, വലത്തോട്ട് തുപ്പ എന്ന് പറഞ്ഞാൽ സബോൽ മോപിക്കാത്തൊന്നുമല്ല. വലത്തോട്ട് തുപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു തെറ്റാണത്. ഒരു കറാഹത്തേ ഉള്ളൂ. വലത്തോട്ട് തുപ്പുന്നതിന് ആരും പ്രശ്നമൊന്നുമില്ല, ഒരു കറാഹത്തേ ഉള്ളൂ. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് സ്വീകരിച്ച രീതി അത്രമേൽ സൂക്ഷ്മമായിരുന്നു. എന്ന് പറയുമ്പം വലത്തോട്ട് തുപ്പുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഹദീസ് ഇമാം ബുഖാരി സ്വീകരിച്ചിട്ടില്ല. അത്രക്കും ജീവിതത്തിൽ സൂക്ഷ്മത ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രമേ ഹദീസ് സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഒരു നുണ പറയുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഹദീസ് പഠിക്കുന്നതെങ്കിൽ അയാൾ എന്തൊക്കെ നബിതങ്ങളുടെ മേൽ കെട്ടിച്ചമച്ച് പറയും. അയാൾക്ക് എന്താ, നുണ പറയുന്നതൊക്കെ എന്തും പറഞ്ഞൂടെ? അപ്പൊ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നുണ പറയാലോ. അപ്പൊ അതുകൊണ്ട് നുണ പറയുന്നത് പോയിട്ട് വലത്തോട്ട് തുപ്പിയുന്ന ഒരു കറാഹത്ത് ചെയ്ത ആളിൽ നിന്ന് പോലും ഇമാം ബുഖാരി ഹദീസ് സ്വീകരിച്ചിട്ടില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിം ഉണ്ട്. അതും ഈ പറഞ്ഞ ഏകദേശം ഇതേപോലെ തന്നെ. പക്ഷെ ഇമാം ബുഖാരിയുടെ അത്ര സ്ട്രോങ് അല്ല ഇമാം മുസ്ലിം സ്വീകരിച്ച രീതി, കുറച്ചുകൂടെ ഒന്ന് വൈഡാണ്. ഇനി ബാക്കിയുള്ള ഇമാമിയങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവരും സ്ട്രോങ് ഇങ്ങനെ കുറക്കും. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കാൻ ചോദിച്ചാല് ഹദീസുകൾ പലതും ലഈഫാണ്. ലഈഫ് എന്ന് പറയുമ്പം ആ റിപ്പോർട്ട് ചെയ്ത് വന്ന ആളുകളിൽ പല ആളുകൾക്കും ചെറിയ ലഈഫ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വലത്തോട്ട് തുപ്പിയ കേസോ അല്ലെങ്കിൽ അവരെ ഔറത്തൊന്ന് പൊങ്ങിയ കേസോ, അങ്ങനെ ആ രീതിയിൽ വളരെ ചെറുതായി നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി ഉണ്ടാകുമ്പോൾ തന്നെ ആ ഹദീസിന്റെ സ്ട്രെങ്ത്, ആ ഹദീസിന്റെ ശക്തി കുറയും, അത് ലഈഫായി മാറും. ഇത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളിത് പഠിക്കുന്നത് നബിതങ്ങളുടെ വഫാത്തിന് 1400 ചില്ലറ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം നമ്മൾക്കിത് പഠിപ്പിച്ചു തരുന്ന ആൾക്ക് അയാളുടെ ഉസ്താദ് പഠിപ്പിക്കുന്നോ, അയാൾക്ക് അയാളുടെ ഉസ്താദ് പഠിപ്പിക്കുന്നോ, അങ്ങനെ ഉസ്താദിയത്ത് പോയി ഇത് നബിതങ്ങളിലേക്ക് എത്തണം. അപ്പൊ ആ വരുന്ന വഴിയിൽ 40, 45, 35, 50 ആളുകളൊക്കെ ഉണ്ടാവും. ആ ആളുകളിൽ ഒരാൾ പോലും നീതിമാനല്ലാതിരിക്കാൻ പാടില്ല. ആ ആള് എല്ലാം കൃത്യമായിരിക്കണം, ആ ആള് പക്ക ആയിരിക്കണം.
ആ ആള് നല്ലൊരു മുഅ്മിനായിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ ഹദീസിന് സിഹത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തോന്നിയതൊക്കെ എന്താവുമല്ലോ, ഹദീസാന്ന് പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഹദീസിന്റെ റിപ്പോർട്ടിങ് ശ്രദ്ധിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹീഹ്, ദഈഫ്, മൗദൂഅ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും പലതും ഉണ്ട് കേട്ടോ, പ്രധാനപ്പെട്ട പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ വർഗീകരിച്ചത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് മിക്കവാറും സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ്, സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഹദ്ദസന അല്ലെങ്കിൽ റവ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഈ എല്ലാ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഹദീസിന്റെ തുടക്കത്തിൽ ഹദ്ദസന, അഖ്ബറന എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഹദ്ദസന, അഖ്ബറന എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വാക്ക് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി അല്ലെങ്കിൽ ഒരു താബിഈ അല്ലെങ്കിൽ ഒരു താബിഈ അവരോട് പറഞ്ഞ സംഭവമാണ് അവർ പറയുന്നത്. ഞാൻ അവരിൽ നിന്ന് കേട്ടു, അവര് പറയും ഞാൻ അവരിൽ നിന്ന് കേട്ടു അല്ലെങ്കിൽ അവരിൽ നിന്ന് കണ്ടു. ആ രീതിയിൽ അങ്ങനെ കണ്ട് അവസാനം ആരിലേക്ക് എത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തും. അപ്പൊ പ്രധാനപ്പെട്ട 3 4 അല്ലെങ്കിൽ 5 റാവിമാരെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളെയോ താബിഈങ്ങളെയോ പ്രധാനപ്പെട്ട അലിമീങ്ങളെയോ ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മളെ ഈ നമ്മളെ പിന്നെ ഇക്കാലം വരെയുള്ള 40-45 റാവിമാരൊന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞോ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. ബിസ്മില്ലാ. ഹദ്ദസന അബൂബക്കർ ഇബ്നു അബീ ഷൈബ. അബൂബക്കർ ഇബ്നു അബീ ഷൈബ എന്ന സ്വഹാബി ഞങ്ങളോട് പറഞ്ഞു റിപ്പോർട്ട് ചെയ്ത അവരോട്. അതുപോലെ തന്നെ മുസദ്ദദ് എന്ന വേറെ ഒരു സ്വഹാബിയും പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞത് പക്ഷേ അൽ മഅന, ഇതേ ആശയമാണ്, ഇതേ ലഫ്ള് ഇതല്ല, ആശയം ഒരേപോലെയാണ്, പക്ഷെ വേറെ ഭാഷയിലാണ് പറഞ്ഞത്. ഞാൻ നാളെ പോവും, ഐ വിൽ ഗോ ടുമോറോ. ഞാൻ നാളെ പോട്ടോ, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? ഇംഗ്ലീഷ് പോട്ടെ, ഞാൻ മലയാളം പറഞ്ഞതിന് 3ഉം അർത്ഥം ഒന്നാണ്, പക്ഷേ ആശയം അല്ല, അർത്ഥം ആശയമൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഞാൻ ഉപയോഗിച്ച ഭാഷ വ്യത്യസ്തമാണ്. അപ്പം ഈ സ്വഹാബി ഉദ്ധരിച്ച ഭാഷയാവൂല വേറെ മുസദ്ദദ് എന്ന് പറയുന്ന സ്വഹാബി ഉദ്ധരിച്ചത്, പക്ഷെ ആശയം ഒന്നായിരിക്കും. ഖാല, ഇവർ രണ്ടുപേരും, മുസദ്ദദ് എന്നവരും അബൂബക്കർ ഇബ്നു അബീ ഷൈബയും പറഞ്ഞു ഹദ്ദസന സുഫിയാൻ. അവരോട് രണ്ടാളോടും പറഞ്ഞിട്ടുള്ളത് ആരാണ്? സുഫിയാൻ എന്ന സ്വഹാബിയാണ്. അവര് ആരിൽ നിന്നാണ് ഇത് പറഞ്ഞത്? അൻ അംരിൻ. അവര് അൻ അബീ ഖാബൂസിൻ. അവര് അബൂ ഖാബൂസ് എന്നവര്. അബൂ ഖാബൂസ് ആരാണ്? മൗലാലി അബ്ദുല്ലാഹിബിൻ അംർ. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു അബൂ ഖാബൂസ് എന്ന് പറയുന്ന താബിയായിരിക്കും കേട്ടോ, സ്വഹാബിയാണെന്ന് ഉറപ്പില്ലേ. അതുപോലെ തന്നെ അവര് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വഴിയാണ് ഈ ഹദീസ് കേൾക്കുന്നത്. അങ്ങനെ യബ്ലുഗു ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാരിലേക്ക് എത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തും. അങ്ങനത്തെ ഈ ഹദീസുർ റഹ്മയാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കി, ഇനി ഹദീസ് എന്താണ് ഇതിൽ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതായത് ആദ്യം ഞാൻ ആശയം പറയാം, എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നർത്ഥം വെക്കാം. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് ധാരാളമായി റഹ്മത്ത് ചെയ്യുന്നവനാണ്. അള്ളാഹുവിന്റെ പേര് തന്നെ റഹ്മാനും റഹീമും ആണല്ലോ, അല്ലെ? റഹ്മാനും റഹീമുമാണ്. റഹ്മത്ത് തുളുമ്പി നിൽക്കുന്ന ആളാണ് പടച്ചോൻ. ഇപ്പോ മനുഷ്യന്മാരുടെ കാര്യം, നമ്മളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ നമ്മള് ഭക്ഷണം കൊടുക്കുന്ന, നമ്മളുടെ ചെലവിൽ കഴിയുന്ന നമ്മളെ ഭാര്യ നമ്മളോടൊരു തെറ്റ് ചെയ്താൽ, നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അവർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. പിന്നെയും അത് തന്നെ ചെയ്താലോ?
ചിലപ്പോൾ നമ്മളെന്താവും ഓരോട് 2 ദിവസം തെറ്റും, പിന്നെയും അതന്നെ ഏതാ ചിലപ്പോൾ ഒരു അടി നമ്മൾ കൊടുക്കും, പിന്നെ അതന്നെ ഏതാ നമ്മളെന്താവും ചെന്റെ പേരെ പോയിക്കോന്ന് പറയും. അതാണല്ലോ മനുഷ്യന്റെ സ്വഭാവം. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പൊറുക്കാവുന്ന തെറ്റ് ചെയ്താൽ വരെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഓള് പിന്നെ അതന്നെ ചെയ്യാണല്ലോ എന്നൊരു വിചാരത്തിന്റെ പുറത്ത് ചിലപ്പോൾ നമ്മളെന്ന് പറയേണ്ട ആ ആള് ചിലപ്പോൾ അവളെ വിവാഹമോചനം, ത്വലാഖ് വരെ, ഡൈവേഴ്സ് വരെ ചെയ്യാനുള്ള സാധ്യത മനുഷ്യന്റെ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവം നടന്നിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, അള്ളാഹ് ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യം എത്ര തവണ നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് കളവ് പറയരുത് എന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞതാണ്. കളവ് പറയരുത് എന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ എത്ര ആളുകൾ കളവ് പറഞ്ഞ് ജീവിക്കുന്ന, ഒരു തൊഴിൽ തന്നെ കളവ് പറയാന്നുള്ളത്. തൊഴിലിനെ ചിലപ്പോ എന്തായിരിക്കും, രാഷ്ട്രീയക്കാർക്ക് കളവ് പറയുന്നേ, ഒരു പണി തന്നെ എന്താണ്, കളവ് പറയലാണ്. ഇല്ലാത്തത് കെട്ടി ഉണ്ടാക്കി ഉള്ളത് കുറച്ചും ഇല്ലാത്തത് കുറയും. അങ്ങനത്തെ ഒരു ജീവിതമാണല്ലോ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരത്തോ അഡ്വക്കേറ്റുമാരത്തോ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ പറയണത്. എന്നാലും കൂടുതൽ ആളുകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണല്ലോ നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം അള്ളാഹു കളവ് പറയരുത് എന്ന് പറയുന്ന കാര്യം എത്ര തവണ ഒരു ദിവസം തന്നെ കളവ് പറയുന്നു. ഒരു ദിവസം ഒരാൾ എത്ര കളവ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നേരം വെളുത്തിട്ട് ഈ നേരമായപ്പോഴേക്ക് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ന് കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നിങ്ങനെ. തമാശക്കാണെങ്കിൽ പോലും കളവ് പറയരുത് എന്നാണല്ലോ. അപ്പൊ നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഇന്ന് കളവ് പറഞ്ഞിട്ടുണ്ടോ, നമ്മളൊന്നും ഇങ്ങനെ വെറുതെ ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കി. ഒരു മിനിറ്റ് ക്ലാസ് എടുക്കാനില്ല, ഒന്ന് ആലോചിക്കല്ലാരും. മാഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് അടിപൊളിയാ. എന്താ വെച്ചാല് ജീവിതത്തിലൊരു തുടരുന്നതാണ് എപ്പോഴും അല്ലേ, അങ്ങനെ തന്നെ അല്ലേ? ഖുലിൽ ഹഖ്ക വലൗ കാന മുർറ ആണ്. അതെ. അപ്പൊ അത് മാഷാ അല്ലാഹ് നിലനിർത്താൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആർക്കും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ സാധാരണഗതിയിൽ പിന്നെ നമ്മള് എന്താവും, കളവ് പറഞ്ഞു പോകും. നമ്മളെ സാഹചര്യവും സമ്മർദ്ദവും ഒക്കെ അതായതുകൊണ്ട് കളവ് പറഞ്ഞു പോകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഞാൻ വരുന്നത്, അതായത് ഇപ്പൊ നമ്മളെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ മക്കള് നമ്മൾ 2, 3, 4 തവണ ആവർത്തിച്ച് പറഞ്ഞത് അവർ കേൾക്കാതിരുന്നാൽ പിന്നെ നമ്മൾ കോലം മാറുന്നുണ്ടല്ലോ. അതേസമയം പടച്ചോൻ ആലോചിച്ച് നോക്കി, എത്ര തവണ നമ്മൾ ഒരേ തെറ്റ് ആവർത്തിക്കുന്നു. പക്ഷെ നമ്മളെ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് എൻ്റെ ഓക്സിജൻ പിടിച്ചു വെക്കാൻ പോവാണെന്നുള്ള പറയുന്നില്ല. ഇന്ന് എനിക്ക് ചോറ് തരൂല എന്ന് പടച്ചവൻ പറയണില്ല, അല്ലേ? ചോറ് തരുന്നില്ല എന്ന് പടച്ചവൻ പറയണില്ല. ഇന്ന് എൻ്റെ ജോലി കട്ടാക്കുകയാണ് എന്ന് പടച്ചവൻ പറയണില്ല. അത്രക്കും റഹ്മാനും റഹീമുമാണ് പടച്ചവൻ. അപ്പം അതുകൊണ്ട് തന്നെ റഹ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൂടുതൽ റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് പടച്ചവൻ പറയാണ്, ഇർഹമു അഹ്ലൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ റഹ്മത്ത് ചെയ്യുകയാണെങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീണ്ടും റഹ്മത്ത് ചെയ്യും. ഇത് ശരിക്ക് ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന്റെയും ഒരു ബേസിസ് ആണ് ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത്. ഇതിലും വലുതായിട്ട് എങ്ങനെയാണ് പടച്ചോനെ പരിചയപ്പെടുത്താൻ പറ്റുക, അല്ലെ? പടച്ചോൻ ആരാണ്, അള്ളാഹ് ആരാണ് എന്നത് നമുക്ക് ഈ ഒരു ഒറ്റ ഹദീസിലൂടെ, അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഈ ഒരു ഒറ്റ ഹദീസിലൂടെ നമുക്ക് ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ റഹ്മത്താണ്, ഒരാളെയും ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതാണ്. ഒരാൾക്കും പിന്നെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഇസ്ലാം എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഹദീസുർ റഹ്മ, അല്ലെ? കാരുണ്യത്തിന്റെ ഹദീസ്. ഓക്കെ. അപ്പം അർറാഹിമൂന, റഹ്മത്ത് ചെയ്യുന്ന ആളുകൾ എല്ലാവരോടും ഇങ്ങനെ കുറച്ച് നമ്മളൊന്ന് താന്നു കൊടുക്കുക. ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക. ഇപ്പൊ ഈ അടുത്ത് നമ്മളെ കുട്ടികൾക്കിടയിൽ നടന്നൊരു സംഭവം ഞാൻ ആലോചിക്കും, കുറച്ചോനെ നമുക്കെന്നെ ഭയങ്കര സങ്കടമായിപ്പോയി.
ഇപ്പം അവിടെ ഒരു കുട്ടിയുണ്ട്, നല്ലൊരു കുട്ടിയാണ്. അവന് പഠിക്കാനും അതേപോലെ തന്നെ ഉസ്താദ്മാരെ ബഹുമാനിക്കാനും എല്ലാത്തിനും ഉഷാറാണ്, ദ്വാരക്കാനും അതിനൊക്കെ താല്പര്യമൊക്കെ ഉള്ള ഒരാളും കൂടെയാണ്. അപ്പൊ ഒരു ദിവസം പിന്നെ ഓന് ക്ലാസ്സിൽ ബാക്കിൽ വന്നായിരുന്നു. അപ്പൊ ഞാൻ മുന്നിക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവൻ ഓനൊരു മടി, മുന്നിക്ക് വരാനൊരു മടി. അവൻ മുന്നിൽ വേറൊരു കുട്ടിയുണ്ട്, ഓൻ്റെ അടുത്തേക്ക് വരുന്നിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മടി. അപ്പൊ ഞാൻ പറഞ്ഞ് അല്ല ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്ന പറഞ്ഞു. അപ്പം ഈ കുട്ടി വന്ന് ഇരുന്നിട്ട്, പക്ഷെ ഈ കുട്ടിന്റെ ചാരി, സാധാരണ കുട്ടികൾ ദർസിന് ഇരിക്കല് ചാരി ചാരി ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്യാ. പറ്റുകയാണെങ്കിൽ ഒന്ന് ഓൻ്റെ തൊട്ടടുത്തിരിക്കുന്നവന്റെ മേത്തേക്കൊരു ഒരു കനം കൊടുക്കുകയും ചെയ്യും ഇരിക്കാനല്ലേ. സ്വന്തമായിട്ട് ഇരിക്കാൻ കഴിയാത്ത പോലെയാണ് കുട്ടികളൊരു ഒരു സ്വഭാവം. അപ്പോ അതൊന്നുമില്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ആ കുട്ടിനായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോ ഞാനും വിചാരിച്ചു എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ വിട്ടിരിക്കുന്നത്, നിങ്ങൾ അടുത്തിരിക്കുന്ന പറഞ്ഞു. അപ്പോഴൊന്നും മൂപ്പര് അങ്ങനെ അടുത്തേക്ക് ഇരിക്കണില്ല. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവര് തമ്മിൽ തെറ്റിലാണ്. അപ്പൊ ഇവര് തമ്മിൽ തെറ്റ്, എന്തിന് തെറ്റാ? അപ്പൊ പ്രത്യേകിച്ച് ഒരു കാരണമില്ല, അവർക്കൊന്നും അറിയില്ല എന്തിനാണ് തെറ്റ് നടക്കുന്നത്, അവർക്കൊന്നും അറിയില്ല. അപ്പൊ എത്ര ആയി തെറ്റിയിട്ട് ചോദിച്ചപ്പം ഓർക്ക് തന്നെ ഐഡിയ ഇല്ല. അപ്പൊ കുറേ ആയിട്ടുണ്ട്. ഈ രണ്ട് കുട്ടികളും നല്ല സ്മാർട്ടാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നല്ല ഉഷാറാണ്, എല്ലാ വിഷയത്തിനും ഉഷാറാണ്. പക്ഷെ ഇവര് തമ്മിൽ തെറ്റിലാണ്. അപ്പോ ഞാൻ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചപ്പോ ഈ ഒരാള് പാവം, അയാള് റെഡിയാണ്, ഞാൻ എന്തും കാട്ടും ഉസ്താദ്, അയാൾ മുണ്ടണില്ലേ, ഞാൻ ഇപ്പൊ എന്താ കാട്ടണ്. ആ കുട്ടീനെ കുറിച്ച് ഈ കുട്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഒരു കുട്ടീന്റെ കേട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റവനെയും വിളിച്ചിട്ട് ചോദിച്ചപ്പം മറ്റവൻ പറഞ്ഞതാണ് വിറ്റ്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയില്ല ഉസ്താദ്, ഇനിയിപ്പോ എന്താ കാട്ടുക. ഇതാണ് ഇവന്റെ പ്രശ്നം. എന്തിനാണ് തെറ്റിയതെന്ന് പോലും ഇവർക്ക് അറിയില്ല. എന്തോ ഒരു ചെറിയ പ്രശ്നം, അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞതോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഈ ചെറിയ കുട്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൾക്കാരാണ് ഇപ്പത്. ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല, ഇനിയിപ്പൊ ഞാൻ അവനോട് മുണ്ടണ എങ്ങനെ. അപ്പൊ അതൊരു തരം ദുരഭിമാനാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാനെങ്ങനെ അത് മാറ്റുക, ഞാൻ മാറ്റാൻ നിങ്ങൾക്ക് കുട്ടികളുടെ വില ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഒരു ദുരഭിമാന ചിന്ത ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. പിന്നെ സലാം പറയിപ്പിച്ച് കൈയൊക്കെ കൊടുത്ത് ഏതായാലും സംഗതി ശരിയായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഒരു ഉള്ളെന്താണെന്ന് അറിയില്ല, എന്തായാലും ഇടക്കൊപ്പൊക്കെ കാണാം. അപ്പം അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് താന്നു കൊടുക്കുക എന്നുള്ളത്, നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒന്ന് പിൻവാങ്ങുക എന്നുള്ളതൊന്നും അതൊന്നും പ്രശ്നമൊന്നുമല്ല. നമ്മളെ വില കുറഞ്ഞാലും വേണ്ടിയില്ല. നമ്മൾക്ക് ഒരാളെ ഹിദായത്തിലേക്ക് ആക്കാൻ പറ്റിയാൽ, നമ്മൾക്ക് ഒരാളെ ഒരു തെറ്റിന് നിൽക്കാതിരിക്കാൻ പറ്റിയാൽ, നമുക്ക് ഇനി 10 രൂപ നഷ്ടപ്പെട്ടാലും ആളുകൾക്കിടയിൽ ഒരു വില നഷ്ടപ്പെട്ടാലും പടച്ചോന്റെ അടുത്ത് നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. പടച്ചോന്റെ അടുത്ത് നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. കാരണം നമ്മൾ റഹ്മത്ത് ചെയ്തല്ലോ. നമ്മൾ റഹ്മത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് റഹ്മത്ത് ചെയ്യും എന്ന് അള്ളാഹ് നേരിട്ട് പറയാണിത്. അപ്പൊ അതുകൊണ്ട് റഹ്മത്ത് ചെയ്യണം, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. ചില ആളുകൾ കുട്ടികളോട് കാണാൻ എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്നു, ഇതൊക്കെ നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ പറയാട്ടോ. കണ്ടതിനും പിടിച്ചതിനൊക്കെ തൊട്ടതിനൊക്കെ മക്കളോട്, ചെറിയ കുട്ടിയായിരിക്കും, 3-4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, ഓടി കളിക്കുന്നുണ്ടാവും. ചെറിയ കുട്ടികൾ എന്തായാലും ഓടി കളിക്കും. അപ്പൊ അതിന് ഒരിട്ടൊക്കെ എന്താണോ ഒന്ന് ഓടി കളിക്കല്ലടാന്ന് പറയണം, അതൊക്കെ നമ്മളെ ബാധ്യതയൊക്കെ തന്നെയാണ്. പക്ഷെ അതിനായിട്ട് കുത്തിരിക്ക, കുട്ടികളെ സോഫയിൽ കയറാൻ പറ്റൂല, അവിടെ തൊടാൻ പറ്റൂല, ഇവിടെ തൊടാൻ പറ്റൂല, ഓടി കളിക്കാൻ പറ്റൂല, എല്ലാത്തിനും ചീത്ത അറിയാം. അപ്പം അതൊക്കെ അത് എന്താണ്, കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് കുഞ്ചിക്കുകയും കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിടുകയൊക്കെ വേണം. എല്ലാത്തിനും ചെങ്ങലയെ പിടിച്ചിട്ട് കെട്ടിയിടുന്ന പോലെ. ഇനിയിപ്പോ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടില് പല ജീവികളും ഉണ്ടാവും, പൂച്ചയും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് പുറത്തു പോയിട്ട് കുറച്ച് എന്താവുക, ചില ആൾക്കാർക്ക് പൂച്ചനൊന്നും കണ്ടുകൂടനെ, പൂച്ചനെ അകത്ത് കയറ്റി പിന്നെ കട്ടിലുമ്പോൾ കിടത്തി ഉറക്കണം എന്നൊന്നല്ലോ കേട്ടോ പറയണേ, അതൊന്നും വേണ്ട. അതേസമയം അതിനോടൊക്കെ ഒരു റഹ്മത്ത്, അതിനൊക്കെ എറിഞ്ഞാട്ടുക. ചില ആളുകൾക്ക് ഒരു രസമാണ് പൂച്ചനെ കണ്ടാൽ കല്ലെടുത്തെറിയുക, നായനെ കണ്ടാല് കല്ലെടുത്തെറിഞ്ഞിട്ട് അതിന് കൊണ്ടാല് നായ ഒന്ന് കരയും എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കൽ ചില ആൾക്കൊക്കെ ഒരു രസമാണ്. ആ നായ വെറുതെ ആയിക്കൂടെ നടന്നു വരിക്കും, വെറുതെ എടുത്തിട്ട് കല്ലെടുത്തെറിയാം. അപ്പൊ അതിലൊക്കെ ഒരു രസവും, ചെറിയ ജീവി ഇങ്ങനെ ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്നു വരിക്കും, അപ്പൊ അതിനെന്താവുക, ചവിട്ടി അങ്ങോട്ട് അരക്കുക, എന്നിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുക. ഇങ്ങനെയുള്ള സൈക്കോകളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്.
അപ്പൊ അതൊന്നും ശരിയല്ല, അതൊക്കെ റഹ്മത്തിനെതിരാണ്. അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ചെറിയ ജീവികളാണെങ്കിലും വെറുതെ കൊല്ലാൻ പാടില്ല, അല്ലെ? കൊതുക് അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോ അത് കുറച്ച് ചോര കുടിച്ചോട്ടെ, നമ്മുടെ അടുത്ത് കുറെ ഉണ്ടല്ലോ, അങ്ങനെ പറയണ്ട. കൊതുകിനെ കൊല്ലൊക്കെ ചെയ്യാം. അതേസമയം അനാവശ്യമായിട്ട് അതാണ് ഉദ്ദേശിച്ചോ, ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. ബിസ്മില്ലാ, നോക്കി. അപ്പൊ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, അർറാഹിമൂൻ റഹ്മത്ത് ചെയ്യുന്ന ആളുകൾ, യർഹമുഹും അവർക്ക് കരുണ ചെയ്യും, അർ റഹ്മാൻ ഈ ദുനിയാവിൽ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന പടച്ചവൻ അവർക്ക് റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് ഇർഹമു അഹ്ലൽ അർദ്, ഇർഹമു അഹ്ലൽ അർദ്, ഈ ഭൂമിയിലുള്ളവർക്ക് മുഴുവൻ നിങ്ങൾ റഹ്മത്ത് ചെയ്യൂ. അങ്ങനെ വരുമ്പോ മനുഷ്യന്മാർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരത്തിനും ചെടിക്കും എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ആകാശത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്താണ്. അള്ളാഹുവിന്റെ മലായിക്കത്ത് നമുക്ക് റഹ്മത്ത് ചെയ്യല, നമുക്ക് വേണ്ടി ദ്വാരക്കും. മലായിക്കത്തിന്റെ ദുആ പഠിച്ചു സ്വീകരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് മഴയായും വെയിലായും ഭക്ഷണമായും ജോലിയായും പ്രൊമോഷനായും അങ്ങനെ പല പല രീതിയിൽ നമുക്ക് റഹ്മത്ത് വാരിക്കോരി കിട്ടും. ഇതാണ് ഹദീസുർ റഹ്മ എന്ന പേരിൽ പ്രശസ്തമായ ഹദീസ്. ഇത് കാണാതെ പഠിക്കേണ്ട രീതി ഏറ്റവും നല്ലത് ഹദ്ദസന അബൂബക്കർ അബി ഷൈബ തുടങ്ങിയത് മുതൽ റവാഹു അബൂ ദാവൂദ് വരെ കാണാതെ പഠിക്കലാണ്. ഇനി അത് നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഏത് വേണം? ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള നമ്മളെ അതിന്റെ ഹദീസിന്റെ ആ ടെക്സ്റ്റ് മാത്രം, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു യർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന ഈ ഒരു ടെക്സ്റ്റ് എങ്കിലും നിർബന്ധമായും കാണാതെ പഠിക്കണം, നിർബന്ധമായും തന്നെ കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ വന്ന ആൾക്കാരൊന്ന് പ്രസന്റ് ഇടണേ, വന്ന ആൾക്കാരൊന്ന് പ്രസന്റ് ഇടണം കേട്ടോ, പോകുന്നതിന് മുമ്പായിട്ട്. അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ ഹദീസ്, ഇതും നമ്മൾ പലകുറി കേട്ടതായിരിക്കും, എന്നാലും ഇതിന്റെ ഒരു പാർട്ടേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, ഒരു പാർട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. മുഴുവനായിട്ടും കേട്ട ആളുകൾ കുറവായിരിക്കും. കാരണം അതിന്റെ ഒരു പാർട്ട് മാത്രം പറഞ്ഞാൽ തന്നെ അത് പൂർണ്ണമാണ് എന്നതുകൊണ്ട് ആ പാർട്ട് മാത്രമേ അധികം ആളുകളും പറയാറുള്ളൂ. ഏതായാലും പിന്നെ ഈ ഒരു ഹദീസ് നീയത്തിനെ കുറിച്ചാണ്. നീയത്ത്, അല്ലെ? നീയത്ത് പോലെയാണ് മയ്യത്ത് എന്ന് പറയാറുണ്ടല്ലോ. നീയത്ത് പോലെയാണ് മയ്യത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അതിനനുസരിച്ചല്ലേ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നീയത്ത് പോലെയാണ് മയ്യത്ത് എന്ന നീയത്തിനെ കുറിച്ചാണ് നമ്മളുടെ രണ്ടാമത്തെ ഹദീസ്. ഈ ഹദീസിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇതിന്റെ ഒരു സാഹചര്യം ഉണ്ട്. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന, ഹിജ്റ പോകുന്ന ഘട്ടം ഉണ്ടല്ലോ, അല്ലെ? ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഘട്ടമാണത്. അപ്പം പലായനം ചെയ്ത് മദീനയിലേക്ക് പോകുന്ന സമയത്ത് പലരുടെയും ഉള്ളിൽ പല 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 ആഗ്രഹങ്ങളും വന്നു. സ്വാഭാവികമാണ്, മനുഷ്യനാണ്. അതില് ഒരു സ്വഹാബിയുടെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം. അപ്പൊ എന്താ സന്തോഷം? അവര് നേരത്തെ ഒരു പെണ്ണിനെ മദീനയിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മദീനയിൽ നേരത്തെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഹിജ്റ പോകുന്നതിന്റെ ഉദ്ദേശം ഈ ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയിട്ട് അവളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾക്ക് ഹിജ്റ പോകുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമ്മുടെ നാട്ടിലെ സമ്പത്തും സൗകര്യങ്ങളും വീടും കുടുംബവും ഒക്കെ ഇട്ടെറിഞ്ഞ് ഇസ്ലാമിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര പോവാണ്. അല്ലെങ്കിൽ കൂടെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവർ മക്ക വിടുകയാണ്. അപ്പം ഈ ഒരു കൂലി ഈ ആൾക്ക് നഷ്ടപ്പെട്ടു പോകും. നീയത്ത് പെണ്ണ് കെട്ടലാണ് എങ്കിൽ ഇത്രയും ദൂരം താണ്ടുന്നതിന്റെ കൂലി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു നിയത്തിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. നോക്കി, ബിസ്മില്ലാ.
കൂടെ വായിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حدثنا الحميدي عبد الله بن الزبير قال حدثنا سفيان قال حدثنا يحيى بن سعيد الأنصاري قال أخبرني محمد بن إبراهيم التيمي أنه سمع علقمة بن وقاص الليثي يقول سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه رواه البخاري. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നോക്കിയേ, അപ്പം ഹദ്ദസന അൽ ഹുമൈദി അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്ന ഹുമൈദി എന്ന സ്വഹാബിയാണ് ഈ ഹദീസ് പറയുന്നത്. അവര് പറഞ്ഞു ഹദ്ദസന സുഫിയാൻ, ഞങ്ങളോട് ഇത് പറഞ്ഞത് സുഫിയാനാണ്. അവര് പറഞ്ഞു ഹദ്ദസന യഹ്യ ബിൻ സഈദ് അൽ അൻസാരി, യഹ്യ ബിൻ സഈദ് അൽ അൻസാരിയാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത്. അവര് പറഞ്ഞു അഖ്ബർനി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തീമി, മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തീമിയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അവര് പറഞ്ഞത് എന്താ? അന്നഹു സമിഅ അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി, അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി എന്നയാൾ പറഞ്ഞത് കേട്ടു. അവരെന്താ പറഞ്ഞത്? യഖൂലു സമിഅതു ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു അലൽ മിമ്പർ, ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ ഉമർ ബിൻ അൽ-ഖത്താബ് രണ്ടാം ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നും പറഞ്ഞത് കേട്ടു. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് എന്ന് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു കേട്ടു നോക്കി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ തുടങ്ങിയിട്ടുള്ള ഹദീസാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഈ സാധനമായിരിക്കും, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ കാര്യങ്ങളും നിയ്യത്തുകളെ കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. എല്ലാ കാര്യങ്ങളും നിയ്യത്തുകളെ കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? ഇപ്പോ അല്ലെ, നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ നമ്മളെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടും. ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത് എൻ്റെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അതിന് എനിക്ക് കൂലി കിട്ടും. അല്ല ഇതിൻ്റെ ഒരു ചടങ്ങാണ്, ഏറ്റെടുത്തുപോയി അപ്പൊ ഇനിയിപ്പോ എടുത്തുകൊടുക്കന്നെ എന്നൊരു മനസ്സാണോ എൻ്റെ അടുത്തുള്ളതെങ്കിൽ ആ മനസ്സുള്ളത് കിട്ടും. എന്താണോ എൻ്റെ കൂലി, എൻ്റെ ഒരു നിയ്യത്ത്, എന്താണോ എൻ്റെ ഇന്റൻഷൻ, അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും, അങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മള് നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് തന്നെ കിട്ടും. അല്ല ഇത് ഘട്ടക്കാലം പിടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടാനൊന്നും പോകണമില്ല. അങ്ങനെ തന്നെയല്ലേ? ഒരുപാട് അനുഭവം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പല ഏർപ്പാടുകളും പല കാര്യങ്ങളും ഒക്കെ ഈ ഒരു നിയ്യത്തില്ലാത്ത കർമ്മങ്ങളായി മാറുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടി പ്രസവിച്ചാൽ ഒരു പോത്തിനെ അറക്കണം. അറുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരെന്താ വിചാരിക്കുക? നമ്മൾ പണ്ടത്തെ ആരാണല്ലോ, വമ്പൻ ടീമാണല്ലോ. അത് തറവാട്ടിൽ പോത്തറത്തില്ലെങ്കിൽ പ്രശ്നമാണ്. പോത്ത് മാത്രം പോലെ ആടിനും കൂടെ അറക്കണം. എന്നിട്ട് നാട്ടുകാർക്ക് മൊത്തത്തിൽ 2 കിലോ ഇറച്ചി വീതം കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാരെന്താ വിചാരിക്കുക? ഇപ്പം 2 പോത്ത് അറുത്തിട്ടില്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെ ഫാമിലി എന്താ വിചാരിക്കുക? ഇങ്ങനെ ഓരോരുത്തർ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പോത്തിനെ അറുത്താൽ പിന്നെ ആ വിചാരേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ കുട്ടീനെ എൻ്റെ കുട്ടി അടുത്ത് പ്രസവിച്ചോണ്ടേ അതുമായി ബന്ധപ്പെട്ട് കുറെ സംഗതി ഇങ്ങനെ മനസ്സിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിനെ കാണാൻ പോകുമ്പം ഇവൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, പാവം. അപ്പം എന്താപ്പോ ചെയ്യാ? ഒരു 2 കിലോ പഴമൊന്നും വാങ്ങിയാൽ പോരെന്താ വിചാരിക്കുക? ഒരു 5 കിലോ പഴമെങ്കിലും വേണം, പിന്നെ ഒരു 10-25 മുട്ട വേണം, പിന്നെ ഹോർലിക്സ് വേണം,
പിന്നെ നെയ്യ് വേണം, ഒക്കെ വാങ്ങണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ വിചാരിക്കുക പോലെ. ഇപ്പൊ എന്റെ കേസില് ഇപ്പം എന്റെ വൈഫിന്റെ കൂടെയാണ് പ്രസവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുക ഒരു ചാക്ക് അരി കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്താ വിചാരിക്കുക എന്ന വിചാരത്തിലാണ് ഞാൻ അരിക്ക് വാങ്ങിക്കൊണ്ടതെങ്കിൽ ആ വിചാരം അത്രേ ഉണ്ടാവുള്ളൂ. അതേസമയം ഞാൻ വിചാരിക്കുകയാണ് എന്റെ പെണ്ണുങ്ങൾക്ക് ചിലവ് കൊടുക്കേണ്ടത് ഞാനാണ്, അപ്പൊ എന്തായാലും അരി വാങ്ങി കൊടുക്കാം, അതിന്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ എന്ന വിചാരത്തിലാണ് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കൂലി എനിക്ക് കിട്ടും. അല്ല ഈ പറഞ്ഞ മാതിരി കട്ടക്കാലം ഇതിപ്പോ എന്താവണം, ഒരു ചാക്ക് വാങ്ങിക്കൊടുക്കണം, പിന്നെ കുറെ ടോണിക്ക് വേണം, പിന്നെ കുറെ ലേഹം വേണം, ഇങ്ങനെയാണ് നമ്മളെ മനസ്സിൽ വിചാരെങ്കിൽ ആ വിചാരം ബാക്കി ഉണ്ടാവും. കുട്ടീനെ കാണുമ്പോൾ ഡ്രസ്സ് വാങ്ങണം, ഇപ്പൊ ഡ്രസ്സ് വാങ്ങിയില്ലെങ്കിൽ പോലും എന്താ വിചാരിക്കുക. ഇങ്ങനെ ആണ് നമ്മളുടെ നാട്ടിലെ പല കാര്യങ്ങളും അല്ലെ. ഒരു കല്യാണത്തിന് പോകുമ്പോ ഒരു 500 ഉറുപ്പിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ വിചാരിക്കുക, എല്ലാം കിട്ടണില്ല. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതി ആയതുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ഏതായാലും നമ്മളെ കാര്യങ്ങളിൽ പലതും നിയ്യത്ത് മോശമായതുകൊണ്ട് പലതും മോശമാവുന്നുണ്ട്. അങ്ങനെ ആദാബുൽ മുത്തഅല്ലിം എന്ന് വേറൊരു കിതാബുണ്ട്. മുസന്നിഫിന്റെ പേരെന്തായിരുന്നു റബ്ബേ, മുസന്നിഫിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ ദർസുകളിലൊക്കെ മുത്തഅല്ലിമീങ്ങൾ ഫസ്റ്റ് കൊല്ലം വന്നാൽ ഓതുന്ന കിതാബാണ് ആദാബുൽ മുത്തഅല്ലിം. അതിൽ കാണാം കം മിൻ ഉമൂരിൻ ദുന്യവിയിൻ യസീറു ഉഖ്റവിയൻ ബിഹുസ്നി നിയ്യാത്തിഹി വകം മിൻ ഉമൂരിൻ ഉഖ്റവിയൻ യസീറു ദുന്യവിയൻ ബിസുഇ നിയ്യാത്തിഹി എന്ന് പറഞ്ഞിട്ട് മുസന്നിഫ് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എത്ര എത്ര ദുന്യവിയായ കാര്യങ്ങളാണ് ഫിസിക്സ് പഠിക്കുക, മാത്സ് പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക, അതൊക്കെ ദുന്യവിയായ കാര്യമാണ്. അങ്ങനത്തെ എത്ര ദുന്യവിയായ കാര്യമാണ് നല്ല നിയ്യത്ത് കാരണം ഉഖ്റവിയായി മാറുന്നത്. നീ നേരെ തിരിച്ച് എത്ര ഉഖ്റവിയായ കാര്യമാണ് മോശമായ നിയ്യത്ത് കാരണം ദുന്യവിയായി മാറുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഈ ദർസ് എടുക്കാണ്, സംഗതി നിങ്ങൾക്ക് ഏതാണ്, ഹദീസാണ്, മുത്തനബിയുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാണ്. എന്റെ വിചാരം ഇതിന്ന് കിട്ടുന്ന പൈസ മാത്രമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് ആഖിറത്തിലൊന്നും ബാക്കി ഉണ്ടാവില്ല. കാരണം ഇത് സംഗതി ഉഖ്റവിയാണെങ്കിലും എന്റെ നിയ്യത്ത് മോശമായത് കൊണ്ട് ഇത് ദുന്യവിയായി മാറി. അതേസമയം ഒരാള് വീട്ടിലെ ജോലിക്ക് പോകുന്നത് അള്ളാഹ് പറഞ്ഞതാണ്, മാതാപിതാക്കളെ നോക്കണം, ഭാര്യ സന്താനങ്ങൾ നമ്മുടെ ബാധ്യതയാണ്, അവർക്ക് ചെലവ് കൊടുക്കണം, അത് നിർബന്ധമായ ബാധ്യതയാണ്. അപ്പൊ എന്താവണം, ജോലിക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകണം എന്ന നല്ല നിയ്യത്താണെങ്കിൽ അതിനെത്രയാണ് നമുക്ക് കൂലി കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ ഇമാമിന്റെ പേരെനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ്. പോട്ടെ. അപ്പം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഫസ്റ്റ് ഹദീസ് ഇതാണെന്ന് പറയുന്നേക്കാറ്. അതായത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ബുഖാരി ഇമാം ഫസ്റ്റ് ക്രോഡീകരിച്ചു. അതെ നിയ്യത്തിനെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് ഹദീസിന്റെ കിതാബിലും ഈ നിയ്യത്തിനെ കുറിച്ചുള്ള പിന്നെ ഹദീസ് തന്നെയാണ് ആദ്യം ഉള്ളത്. ദർസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉസ്താമാരൊക്കെ ദർസ് എടുക്കല് ഈ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ ഹദീസുർ റഹ്മയാണ് പറയാറുള്ളത്. ഹദീസുർ റഹ്മ പറഞ്ഞിട്ട് പിന്നെ നിയ്യത്ത് ഇങ്ങനെ തന്നെയാണ്. ഈ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അതേപോലെ നമ്മൾ പറഞ്ഞ നേരത്തെ ഹദീസുർ റഹ്മ, വേറെയും 3 ഹദീസുകളും കൂടെ ഉണ്ട്. എന്താണ് അൽ ഇസ്ലാമു അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ യദിഹി എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കു മാ ലാ യഅനിഹി എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ 5 ഹദീസാന്ന് പറഞ്ഞിട്ട് 5 ഹദീസ് ഉണ്ട്. നമുക്ക് പിന്നെ ശേഷം എപ്പോഴെങ്കിലും പറയാം. അതിൽ പെട്ട 2 പ്രധാനപ്പെട്ട ഹദീസും കൂടെയാണിത്. ഇവിടെ അപ്പൊ ഏതായാലും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലെ, എല്ലാ അഅ്മാലുകളും നിയ്യത്തുകളെ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുക, നിയ്യത്തുകളെ കൊണ്ടാണ് ഇതിന്റെ പരിഗണന. വഇന്നമാ ലികുല്ലി ഇംറിഇൻ, എല്ലാ മനുഷ്യ ഇന്നമാ നിശ്ചയമായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, നിശ്ചയമായും ലികുല്ലി ഇംറിഇൻ മുഴുവൻ മനുഷ്യർക്കുമുണ്ട്. മർഇ ഇതാണ് മനുഷ്യൻ എന്നാണ് അർത്ഥം. മർഇ അല്ലെ, ഇമ്രഅത്ത് മനുഷ്യ, സ്ത്രീക്ക് ഇമ്രഅത്ത്, പെണ്ണിന് ഇമ്രഅത്ത് എന്നും ആണിന് ഇമ്ര എന്നും പറയും. അപ്പം ഏത് മനുഷ്യനായാലും അയാൾക്ക് എന്തുണ്ട്? മാനവ, അയാൾ എന്താണോ വിചാരിച്ചത് അത് ഉണ്ടാവും. ഏത് പരിപാടി കൊണ്ടും അയാൾ എന്താണോ വിചാരിച്ചത് അത് അയാൾക്ക് ഉണ്ടാവും.
അത് അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നബിതങ്ങൾ പറയാണ് ഫമൻ കാനത്ത് ഹിജറത്തുഹു ഇലാ ദുനിയ. മറ്റേ ആളെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കും അല്ലേ? മറ്റേ ആളെ ഉദ്ദേശിച്ച് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൂടി പാടാൻ, നമുക്കൊക്കെ പാടാൻ വേണ്ടിയിട്ട് പറയാണ്. ഫമൻ കാനത്ത് ഹിജറത്തുഹു, അപ്പൊ ആരെങ്കിലൊക്കെ ഹിജറ പോകുന്നത് ഇലാ ദുനിയ, ദുനിയാവിനെ ഉദ്ദേശിച്ചാണെങ്കിൽ യുസീബുഹ, അവന് ദുനിയാവ് കിട്ടും. നിങ്ങൾ മദീനക്ക് പെണ്ണിട്ടാനാണോ വരുന്നത്? എന്നാ പെണ്ണിനെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പുതിയ ബിസിനസിന്റെ എന്തെങ്കിലും സാധ്യത കണ്ടിണോ? നിങ്ങൾക്ക് ആ ബിസിനസ് കിട്ടും. അവ ഇലംറഅത്തിൻ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല പെണ്ണിനെ ഉദ്ദേശിച്ചിട്ടാണോ വരുന്നത്? യൻകിഹുഹ, നിങ്ങൾക്ക് ഓനെ കല്യാണം കഴിക്കുക, നിക്കാഹ് ചെയ്യുക. എന്നിട്ട് നബിതങ്ങൾ വീണ്ടും പറയാണ് ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിനാണോ നിങ്ങൾ ഹിജ്റ പോണ് അതിലേക്കായിരിക്കും അവൻ ഹിജ്റ പോവുക. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതായിരിക്കും കിട്ടുക എന്ന് വീണ്ടും നബിതങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അപ്പൊ ഈ ഹദീസിന്റെ കോണ്ടെക്സ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു സ്വഹാബി അങ്ങനെ ഒരു നീയത്ത് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ കൂലി ലഭിക്കേണ്ട ഹിജ്റ എന്ന പലായനത്തെ നഷ്ടപ്പെട്ട് അവർക്ക് ആ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അഅ്മാലുകളും നിയത്തുകളെ കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, നിശ്ചയമായും ലികുല്ലി ഇംറിഇൻ, ഏത് മനുഷ്യനും മാനവ, അയാൾ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഉണ്ടാവുക. അയാൾ ഏത് പ്രവർത്തനം കൊണ്ടും എന്താണോ അയാൾ മനസ്സിൽ കൊണ്ടുവരുന്നത് അതായിരിക്കും ഉണ്ടാവുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയൻ, അപ്പൊ ഒരാള് കാനത്ത് ഹിജ്റത്തുഹു, അയാളുടെ ഹിജ്റയായി ഇലാ ദുനിയൻ, ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ യുസീബുഹ, അവൻ ആ ദുനിയാവ് കിട്ടും. അവിലംറഅത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണോ ഹിജ്റ പോകുന്നത്? യൻകിഹുഹ, ഓന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റും. ഫഹിജ്റത്തുഹു, ആകയാൽ അവന്റെ ഹിജ്റ, അവന്റെ പലായനം ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എങ്ങോട്ടാണോ ഹിജ്റ പോകുന്നത്, എന്തിനു വേണ്ടിയാണോ ഹിജ്റ പോകുന്നത് അതിനു വേണ്ടിയായിരിക്കും. ഇപ്പം റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ് അല്ലെ. ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട് പാലായനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ കണ്ടംപററി ആയിട്ടും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം ലോകത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പാലായനം തന്നെയാണല്ലോ എപ്പോഴും അല്ലെ. പാലായനം വലിയൊരു പ്രതിസന്ധിയാണ്. ലോകത്തെ എല്ലാ കാലത്തും ഉള്ള വലിയൊരു പ്രശ്നമാണ് ആളുകൾ ഒരു രാജ്യത്ത് നിന്നും ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് കുടിയേറി പാർക്കുക എന്നുള്ളത്, കുടിയേറ്റക്കാരായി മാറുക എന്നുള്ളത്. അത് നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഈ 2-3 മാസം മുമ്പ് ഹൈദരാബാദിൽ നിന്ന്, അപ്പൊ അവിടെ റോഹിംഗ്യൻസിന്റെ ക്യാമ്പ് ഉണ്ട്, ഒരുപാട് ക്യാമ്പുകൾ. നമുക്ക് പിന്നെ കരച്ചിലൊന്നും തോന്നും. ഇവരുടെ ജീവിതം എന്താണ്, ഒരു വേസ്റ്റാണ്. വേസ്റ്റിന്റെ ഇടയിൽ കിടന്നുറങ്ങി, അവർക്ക് ആരും ജോലി കൊടുക്കൂല. കാരണം അവര് അഭയാർത്ഥികളാണ്. നല്ലൊരു ജോലി അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് സ്കൂളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവരതിന് പോവില്ല. ഇങ്ങനെ വേസ്റ്റ് പെറുക്കി അത് വിറ്റ് ആ വേസ്റ്റിൽ തന്നെ കിടന്നുറങ്ങി അങ്ങനെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജീവനുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ നമുക്ക് വായിക്കാവുന്നതും കൂടെയാണ്. ഈ ഒരു പ്രശ്നത്തെ ആണ് ശരിക്കും മദീനയിലേക്ക് വരുമ്പം മദീനയിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിഹരിച്ച ഒരു രീതി അത് ഭയങ്കരമായിരുന്നു അല്ലെ. ഹദീസിൽ ഇങ്ങനെയുള്ളത് ആഹൻ നബിയു ബൈനൽ അൻസാരി വൽ മുഹാജിരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളെയും അൻസാരികളെയും സഹോദരന്മാരാക്കി മാറ്റിയെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കയിൽ നിന്ന് വെറും കൈയോടെ നടന്നെത്തുന്ന മദീനയിലേക്ക് ആ മദീനയിലുള്ള അൻസാരികളായ സ്വഹാബികൾ അവരുടെ കയ്യിലുള്ളതെല്ലാം പകുത്തു കൊടുത്തു. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ കൊടുത്തു. ഒരു വീടിന് 2-3 മുറികൾ ഉണ്ടെങ്കിൽ ഓരോ മുറിയും അവർ മാറിക്കൊടുത്തു. അവരവരുടെ ബിസിനസ്സുകളിൽ ഇവരെ പാർട്ട്ണറാക്കി. അവർക്കുള്ള വാഹനത്തിലും അവർക്കുള്ള ഭക്ഷണത്തിലും ഇവർക്ക് പകുതി കൊടുത്തു. ഇങ്ങനെ ഒരു സാധനം നിലവിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പകുതി കൊടുക്കൊന്നും വേണ്ട, ഇതൊരു സംവിധാനമായിട്ട് നമ്മളെ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ആളുകൾ ഒരിക്കലും ഇങ്ങനെ കടലിൽ മുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ജീവിതം നയിക്കേണ്ടി വരികയോ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന്റെ അവകാശങ്ങൾ പോലും തടയപ്പെട്ട് നല്ല ഭക്ഷണമോ നല്ല പാർപ്പിടമോ നല്ല വസ്ത്രമോ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമോ? എത്ര ആളുകളാണ്
ലോകരാജ്യങ്ങളിൽ അവിടെയും ഇവിടെയും വെറുതെ ഒന്നുമില്ലാതെ ആകാശം, മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് താമസിക്കുന്നത്. അപ്പം ലോകത്തെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നബിതങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അഭയാർത്ഥി പ്രശ്നത്തിന് നബിതങ്ങൾ അന്ന് മദീനയിൽ കാണിച്ച പരിഹാരം. ഇപ്പം അമേരിക്കയിലൊക്കെ ഈ ആഫ്രിക്കൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കറുപ്പന്മാര്. അപ്പൊ അവര് 15ഉം 20ഉം 40ഉം ഒരു തലമുറ തന്നെ അവിടെ കഴിഞ്ഞിട്ട് പോലും അവർക്ക് എന്തില്ല, അവർക്ക് അർഹിച്ച സ്വാതന്ത്ര്യമോ അവകാശമോ അവസരമോ വിദ്യാഭ്യാസമോ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അത്രത്തോളം പ്രശ്നമാണ് ലോകത്തുള്ളത്. അപ്പം നബിതങ്ങൾ അതിനെ പരിഹരിച്ചൊരു രീതി ശരിക്കും ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി കൂടെയാണ്. അല്ലാഹ്. അപ്പൊ 2 ഹദീസാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. രണ്ടും വളരെ പ്രധാനമാണ്. അപ്പം നിർബന്ധമായും ഇത് കാണാതെ പഠിക്കണം. പറ്റുവാണെങ്കിൽ പിന്നെ ഈ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാര് സ്വഹാബിമാരുടെ പേരടക്കം പഠിക്കുക. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ ഹദീസിന്റെ ടെക്സ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കുക. അതിങ്ങനെ 2-3 വട്ടം പറഞ്ഞാൽ തന്നെ പഠിയും കേട്ടോ. അതിനിപ്പോ വേറെ കോഴ്സ് എടുക്കൊന്നും വേണ്ടിയില്ല. റഹ്മാൻ 4 വട്ടം പറഞ്ഞാൽ പഠിയും. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്തായാലും എല്ലാവർക്കും അറിയുണ്ടാവും. അതിന്റെ ബാക്കിയുള്ള ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹാ ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന സംഗതി കൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മൾ ഹദീസിന്റെ ഒരു സാങ്കേതിക വശം